ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ ഒരു യാത്ര പോവുകയാണ്. ഒരു ചെറിയൊരു ട്രിപ്പാണ്. അപ്പോൾ ഞാനും എൻ്റെ മോജോയും ഇവിടെ റെഡിയാണ്. അപ്പോൾ ആലുവയിൽ എൻ്റെ 2-3 കസിൻസ് വരും. അപ്പോൾ അവിടെ ചെന്ന് അവരെയും പിക്ക് ചെയ്ത് ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തൊക്കെയാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഏതാ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിവിടെ ആലുവയിലാണ്. അപ്പോൾ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ എങ്ങോട്ടാണ്? അപ്പോൾ ഞങ്ങളിപ്പോൾ കാറ്റാടിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോണത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഞങ്ങളിവിടെ എത്താറായിട്ടുണ്ട് കാറ്റാടിക്കടവിൻ്റെ അടുത്ത്. അപ്പോൾ ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ വ്യൂ പോയിന്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ കാറ്റാടിക്കടവിലേക്ക് പോകണം. വാ. Wow. എങ്ങോട്ടാ പോണേ? നിരോധിത മേഖലന്ന് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പോലീസൊക്കെ വന്നതിന് സീനാവുന്നൊക്കെയാണ് പറയണേ. എന്നാലും ഞങ്ങളൊന്ന് പോയി നോക്കിയാണ്. പിക്കപ്പില്ലാത്ത വണ്ടി ഉണ്ടായില്ലേ? പിക്കപ്പില്ലാത്ത വണ്ടി ഉണ്ടായി. അയ്യോ, ഇവിടെ ഇങ്ങനെ തന്നെയാണ് മൊത്തം. അയ്യോ, പാവം ഷെബിക്ക് നടക്കാൻ പറ്റില്ല. ചെക്കുട്ടെ വലിച്ചു കൊണ്ടുപോയി. ഞങ്ങൾ
ആകെ ടയേർഡായി. അപ്പൊ കുറച്ചേരം ഒന്ന് റെസ്റ്റ് എടുക്കുക. ആണോ? അയ്യടാ പാവം. അത് തന്നെ കയറി തുടങ്ങിയിട്ടില്ല. ഇതാന്ന് വെച്ചാൽ കാലത്തെ വന്ന് 2 പൊറോട്ട കഴിച്ചിട്ട് പോയിരുന്നു. ഞങ്ങള് പിന്നിട്ട വഴികളാ ഇത്. ഇനി കോട്ടിട്ടുകൊണ്ട് നടക്കാൻ പറ്റൂല. ഇതൊക്കെ ഊരി മാറ്റേണ്ടി വരും. ഇപ്പൊ തന്നെ വയർത്ത്. ഇനിയും കിലോമീറ്ററോളം പോകാനുണ്ട്. അപ്പൊ ഞങ്ങൾ ഇനി യാത്ര തിരിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരത്തെ വിശ്രമം കഴിഞ്ഞ് ഇനി ഞങ്ങള് പോകെ. നിങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് ഇവിടെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള ബോട്ടിലൊന്നും ഇവിടെ ഇടരുത്. മാക്സിമം നിങ്ങൾ തിരിച്ച് കൊണ്ടുപോവുക. ഇവിടെ ഒന്നും മലിനമാക്കാണ്ട് മാക്സിമം നമ്മൾ തന്നെ സംരക്ഷിക്കുക. ഇതൊക്കെ കണ്ട പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയൊക്കെ വെറുതെ ഇവിടെ ഇട്ടേക്കുന്നത്. ഇവിടെ വരുമ്പോൾ എന്തായാലും നല്ല ക്ഷീണം ടയർഡൊക്കെ ആയിരിക്കും. എല്ലാവരും വെള്ളമൊക്കെ കൊണ്ടുവരും. അപ്പം കൊണ്ടുവന്ന ബോട്ടിലൊക്കെ കുടിച്ച് അതേപോലെ അത് തിരിച്ച് റിട്ടേൺ കൊണ്ടുപോകാൻ നോക്കുക. ഇവിടെ ഒന്നും ഇടാണ്ട് തിരിച്ച് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് പ്രകൃതി നമുക്ക് സംരക്ഷിക്കാം. ഒരു രക്ഷയില്ല, കുറേ നടക്കാനുണ്ട് ഇങ്ങോട്ട്. നമ്മളിങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ അധികം കുഴപ്പമില്ല, വേഗം എത്താന്നുള്ള ഇതായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ അവസ്ഥയൊക്കെ മനസ്സിലായത്. നല്ലോണം നടക്കാനുണ്ട് ഇവിടെ, ഒരു രക്ഷയില്ല. നിരപ്പായിട്ടുള്ള യാത്ര കഴിഞ്ഞ് ഇനി വീണ്ടും കല്ലും മുള്ളും നിറഞ്ഞ ദുർഘടമായ പാതയിലൂടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുകയാണ്. എന്താ പൊന്നെ, പേടിക്കണ്ട, ഇത് കിട്ടിയിട്ടുണ്ട്. ഒരാള് ഒളിച്ചിരുന്നാ പോലും അറിയൂല. അതേപോലത്തെ വഴികളാ. ഇതെന്തോ ഇത്? ഇതിപ്പോ പുതിയ വഴി തെളിക്കേണ്ടി വരുമോ? ഞങ്ങളങ്ങനെ ഫസ്റ്റത്തെ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തി. ഞങ്ങളിപ്പോ 1ാമത്തെ വ്യൂ പോയിന്റിലാണ് ഇപ്പൊ എത്തിയേക്കണേ. പിന്നെ അതുണ്ട്, അത് 2ാമത്തെ ഒരു വ്യൂ പോയിന്റാണ്. വീണ്ടും ഇനി ഇതേപോലെ അങ്ങോട്ട് നടക്കണം. ഇപ്പൊ തന്നെ ഞങ്ങൾ ഓൾറെഡി നല്ലോണം ടയർഡായി. ഇവിടം വരെ വന്നപ്പോൾ എക്സ്പീരിയൻസ് എന്തെന്നു? സൂപ്പർ, അടിപൊളി. നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള എയർ. കണ്ണൊക്കെ ഒന്ന് തുടച്ചിട്ട് പറ. ഇത്ര നേരം നടന്നിട്ട് കരയായിരുന്നു ഇവിടെ കയറുന്നു. എനിക്ക് വയ്യാന്നും പറഞ്ഞു. പക്ഷെ നമ്മൾ അങ്ങനെ നടന്നു വന്നാലാണ് നമുക്ക് ഇവിടെ എത്തുമ്പോ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ ഓരോരോ കഷ്ടപ്പാടിലൂടെ നടന്ന് നമ്മളുടെ സക്സസ് എത്തുമ്പോ നമുക്ക് ഭയങ്കര ഒരു പ്ലസന്റ് ഫീൽ കിട്ടും. ആ ഫീലാണ് നമുക്ക് ഇവിടെ. ആ കണ്ണൊക്കെ തുടച്ചിട്ടൊന്ന് പറ. നല്ല ഫ്രഷ് എയർ കിട്ടണ ഒരു പ്ലേസ് ആണിത്. ഇത്രയും നടന്ന് കഷ്ടപ്പെട്ടെങ്കിൽ ഇവിടെ വന്നപ്പോ ഒരു നല്ലൊരു ഫ്രഷ് മൈൻഡാണ്. എന്താ അമ്മി, ശരിയല്ലേ? ക്യാമറമാനായ അമ്മീന് എന്താ പറയാനുള്ളത്? എനിക്ക് എന്താ, നീ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഞാൻ ഒരു തവണ വന്നിട്ടുള്ള. നീ മറ്റേ അവിടെ പോയിട്ടുണ്ടല്ലേ, ഈ ഒരു ഏരിയയില് മൊത്തം കവർ ചെയ്ത് പോയതാ. 2020 ജാക്കും റോസും ആണ് ഇത്. ചാക്കും ചാക്കല്ല, ജാക്ക് റോസ്.
കേസ് അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീണ്ടും ആ ഒരു മലയിലേക്ക് പോവുകയാണ്. ആ ഇതൊന്ന് കാണിച്ചു കൊടുത്തോടാ. ഞങ്ങൾ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് പാറയുടെ മേലേക്ക് കുരങ്ങനെ കയറണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ലാട്ടാ. നീ ഷിബി ചിക്കുനെ നോക്കിട്ട് കൊരങ്ങൻ കയറുന്ന പോലെ കയറുന്നൊക്കെ പറയല്ലേ? പിന്നെ എനിക്കാക്കാൻ നോക്കിട്ടാണോ ഞാൻ പറയുന്നത്? ഞാൻ ആ മല നോക്കിട്ടല്ലേ പറഞ്ഞത്. എന്റെ ഇക്കാക്കാണ് ഞാൻ അങ്ങനെ പറയുക. ഞങ്ങളിവിടെ വന്നപ്പോ എറണാകുളത്ത് നിന്ന് ഒരു ടീമിനെ പരിചയപ്പെട്ട്. ഹായ്, ഹലോ. പേരെന്താ? മെറിൻ, വീട് ഇവിടെ നെരിയങ്ങാനം, പാലാ. പാലാ. ശരി. എന്റെ ഒരു സാഫിറ, വൈറ്റില. വൈകില്ല. ഞാൻ ജസ്റ്റിൻ പാലായി തന്നെ. ഇത് ഞങ്ങളൊപ്പം വന്നു. എന്റെ പേര് ശിബിന. ഈ മല കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ? അവിടെ നമ്മ അങ്ങോട്ടല്ലേ പോകുന്നേ? പേരെന്താണ്? പേരൊന്ന് പറഞ്ഞേക്ക്. നവിത. വീട് എവിടെ? ആലപ്പി. ആലപ്പി. മല എങ്ങനെയുണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ്? എനിക്കൊന്ന് ഈ കാട് ഭയങ്കര തണുപ്പാ. അത് കഴിഞ്ഞിട്ട് ആ മല എത്തുമ്പോഴേക്കും പിന്നെ ഭയങ്കര ചൂടാ. എന്നുവെച്ചാൽ പുല്ല് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇരിക്കാനായിട്ട് അങ്ങനെ വലിയ വ്യൂ പോയിന്റ് ഉണ്ട്, പക്ഷെ ഇരുന്ന് കാണാൻ പറ്റും. അങ്ങനെ അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് വേണം പോവാനായിട്ട്. റെസ്റ്റ് എടുക്കാൻ ഇതാണ് നല്ലത്. അവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, പക്ഷെ അവിടെ പോണതാണ് കംപ്ലീറ്റ് ആണത് അവിടെ വരെ പോകുന്നത്. നിങ്ങൾ പോകുന്നത് അവിടെ ഒരു 9:30 പോകുന്നത്. റെസ്റ്റ് എടുത്ത് ഗുഡ്. അപ്പൊ ഇനി കാണുന്ന വഴിയിലൂടെയാണ് ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത്. ഷിബി നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ നല്ല വഴിയൊക്കെയാന്നൊക്കെ. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ഇരിക്കണം. അപ്പൊ കാണാം. നല്ല അഡ്വഞ്ചർ ആഗ്രഹിക്കുന്നവർക്ക് വരാൻ പറ്റിയ ഒരു നല്ല സ്പോട്ടാണ്. നല്ലൊരു മൂഡാണ് ഇങ്ങോട്ട് വരുമ്പോ. ഓക്കെ, അപ്പൊ ഞാൻ കയറാൻ പോയിണു. ചിക്കു ചതിക്കില്ലടാ. ഞാൻ ഒറ്റ കയറിയല്ല. ജാക്കറ്റ് ഉണ്ട് കയ്യിൽ. എനിക്ക് നോക്കി ഇത് ക്ലിയർ ആണോന്ന് അറിയില്ല. ആ കാണുന്ന മലേന്റെ മേലിലാണ് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് വന്ന് നിന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നടന്ന് ഇതേ ഈ വഴിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ലാസ്റ്റ് ഇതാണ്ടേ ഇവിടെ എത്തി. അപ്പൊ ഞങ്ങളിവിടെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി വീണ്ടും മല കയറാൻ പോവുകയാണ്. എടാ ഹോസ്പിറ്റലിൽ പോണം. അത് ഇന്നലെ എനിക്ക് ചീത്ത കിട്ട്. ഹലോ, അടിപൊളി. എടാ വ്യൂ പോയിന്റൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ. ഇതെന്താ കൊരങ്ങൻ കയറണവരൊക്കെ? കൊരങ്ങൻ കയറണവരൊക്കെ ഓ, കൈ മുറിഞ്ഞ് ഈ എല്ലേ കൊണ്ടിട്ട്. ഷിബി നോക്കട്ടോ ചിക്കു, ഈ കൈ കൊണ്ടിട്ടെ മുറിഞ്ഞ്. കൈ നീറ്റലുണ്ട് ആ ഇത് കൊണ്ടിട്ട്. ഇതാണ്ട ബ്ലേഡ് പോലത്തെ എല്ലയാണ്. ബ്ലേഡിനേക്കാളും മൂർച്ച. എടാ വീടല്ലേട്ടോ നോക്കി. അയ്യോ, അങ്ങനെ ഞങ്ങള് കല്ലും മുള്ളൊക്കെ നിറഞ്ഞ സ്ഥലത്തിലൂടെ നടന്ന് ലാസ്റ്റ് ഞങ്ങളുടെ സ്വർഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർന്ന് ഇത്രേ ഉള്ളൂ. ലാസ്റ്റാണ്. പോലെ ശരി.
ഇതാണ് കാറ്റാടിക്കടവ് വ്യൂ പോയിന്റ്, മെയിൻ ആയിട്ടുള്ള എൻഡ്. നമുക്ക് ഈ പോയിന്റിൽ വരാം, പിന്നെ അതേപോലെ ഇവിടെ നടന്ന് അങ്ങോട്ടും പോകാം. ഞങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നോളൂ, ഇനി തിരിച്ച് നേരെ ഇടുക്കിക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ തിരിച്ച് യാത്രയാകുക. അപ്പോൾ ഗൈസ് ഞങ്ങളെ അവിടെ നിന്നാണ് ഇപ്പോൾ വന്നത്. എടാ വ്യൂ പോയിന്റ് കാണിച്ചേ. ഞങ്ങൾ അങ്ങ് അറ്റം വരെ ടോപ്പിൽ പോയി. ടോപ്പിൽ ചെന്നപ്പോൾ ഉള്ള വ്യൂ ആണ് നേരത്തെ കണ്ടത്. ഞങ്ങൾ തിരിച്ച് ഇപ്പൊ വീണ്ടും പഴയ ആദ്യം വന്ന വ്യൂ പോയിന്റിലേക്കാണ് ഇപ്പൊ എത്തിയേക്കുന്നത്. ഇനി തിരിച്ച് വീണ്ടും വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകണം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, കാലുവേദന, ശരീരം വേദന, നടുവേദന, കൊളസ്ട്രോള് ഇങ്ങനെയുള്ളവര് തീർച്ചയായിട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ അസുഖവും മാറിയിരിക്കും അല്ലേ? അപ്പൊ ഞങ്ങൾ ഇനി തിരിച്ച് റിട്ടേൺ പോവുകയാണ്. എത്ര വെച്ച് ചേച്ചി ചിക്കു ഇവിടെ എങ്ങനെയാ ചേച്ചി താഴത്ത് റോട്ടില് ബസ്സൊക്കെ കയറാൻ അടിവരെ പോണ്ടേ? അപ്പൊ ഇത്രയും എല്ലാ ദിവസവും കയറി ഇറങ്ങും അപ്പൊ നിങ്ങള്? അയ്യോ സമ്മതിക്കുന്നതാ. അല്ലോ അപ്പൊ പിള്ളേരൊക്കെ സ്കൂളിൽ സ്ട്രിക്റ്റ് ഇതാണോ ടൂറിസ്റ്റ്? ഇപ്പൊ തുറന്നില്ലായിരുന്നേ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ആള് കയറാൻ തുടങ്ങിയത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞവരൊക്കെ അവര് പറഞ്ഞു വിടുമായിരുന്നു. വലിയ കുഴപ്പമില്ലല്ലോ. ഇന്നിപ്പം രാവിലെ മുതൽ ആൾക്കാരുണ്ടോ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് റോഡിന്റെ ആ ഭാഗത്ത്. ഇനി ഞങ്ങള് നേരെ ഇടുക്കിയിലേക്ക് പോവാണ്. ഇടുക്കി എവിടെയാണ് അമ്മി? കാൽവേരി മൗണ്ട്. അപ്പൊ നമുക്ക് ഇനി യാത്ര തിരിക്കാം. അതിനിടെ ഫുഡ് കഴിക്കും കേട്ടോ. ഫുഡ് എന്തായാലും കഴിക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം.